ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഓൾദോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ഇൻറ്റു അനദർ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിന്റെ മാത്തമെറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, where delta E is the change in internal energy and Q is the amount of heat supplied. Next, heat capacity of a system. Heat capacity of a system is defined as the amount of heat required to rise the temperature of a system from the lower to a high temperature divided by the temperature difference. ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമാണ് ഡിവൈഡഡ് ബൈ ആ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ T1 ആണ്. അത് Q എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ എന്തായിട്ട് മാറി? T2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ബിറ്റ്വീൻ ടെമ്പറേച്ചർ T1 ആൻഡ് T2 ഈസ് ഹീറ്റ് കപ്പാസിറ്റി C between the temperature T2 and T1 നമുക്ക് ഇങ്ങനെ എഴുതാം: C is equal to Q divided by T2 minus T1. When mass of the system is 1 mole, the heat capacity is known as molar heat capacity. അവിടുത്തെ നമ്മുടെ സബ്സ്റ്റൻസ് സിസ്റ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1 മോൾ ആണെങ്കിൽ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഇതാണ് ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കണം. സി T2 T1 is equal to Q divided by T2 minus T1. Next, molar heat capacity at constant volume. ഒരു സിസ്റ്റത്തിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്താണ് അവിടുത്തെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന ടേം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സിസ്റ്റത്തിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അതിന്റെ വാല്യൂ എന്തെന്നാണ് ഇനി പഠിക്കുന്നത്. ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമെറ്റിക്കൽ ഫോം പഠിച്ചു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതിൽ ഒരു സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ് വർക്കിന്റെ ഇക്വേഷൻ. വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ എന്താ നമുക്ക് ചെയ്യേണ്ടത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതുകൊണ്ട് W ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു 0 ഈക്വൽ ടു 0. വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എങ്ങനെ മാറും? ഇക്വേഷൻ 1 ഗീവ്സ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യുവിന്റെ പ്ലേസിൽ നമുക്ക് 0 കൊടുക്കാം. therefore ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു സി വി ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ T2 മൈനസ് T1 ആണ്. ഇവിടെ ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് കിട്ടും ക്യൂ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ഡെൽറ്റ ഇക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് സി വി ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒരു സ്മോൾ ചേഞ്ച് ആണ് കൺസിഡർ ചെയ്താൽ സി വി ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. Molar heat capacity of a system at constant volume is the increase of internal energy of the system per degree rise of temperature. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റേണൽ എനർജിയുടെ ഇൻക്രീസിന് പറയുന്ന പേരാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. Molar heat capacity of a system at constant volume is the increase of internal energy of the system per degree rise of temperature. Next one, molar heat capacity at constant pressure. Pressure constant ആവുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ത്? ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് ഡബ്ല്യു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ 2 ഡബ്ല്യുവിന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് ഡബ്ല്യുവിന് പകരം എന്ത് കൊടുക്കും? മൈനസ് പി ഡെൽറ്റ വി.
Therefore Q is equal to delta E minus minus ആകുമ്പോഴേക്കും ഇവിടെ പ്ലസ് കിട്ടും പ്ലസ് പി ഡെൽറ്റ വി. But Cp is equal to Q divided by T2 minus T1 at constant pressure ആണ് is equal to Qന്റെ വാല്യൂ ഇക്വേഷൻ 3യിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, എൻതാൽപ്പി H is equal to E plus PV എന്ന് പഠിച്ചിട്ടുണ്ട്. എൻതാൽപ്പി H is equal to E plus PV. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ H is equal to ഡെൽറ്റ E plus P ഡെൽറ്റ V ആണ്. അതുകൊണ്ട് Cp is equal to ഡെൽറ്റ H, അതായത് ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നോക്കിക്കേ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ എങ്ങനെ എഴുതാം? ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് പി ഡെൽറ്റ വി. ഈ ഇവിടെ നിന്ന് ഡെൽറ്റ ഇയുടെ വാല്യൂ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, സി പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ T2 minus T1 at constant pressure. Therefore Cp is equal to delta H by delta T at constant P. ഒരു കാര്യം കൂടെ നോക്കണം, എൻതാൽപ്പി H is equal to E plus PV ആണ്. അപ്പൊ ഡെൽറ്റ എച്ച് എടുക്കുമ്പോൾ ഡെൽറ്റ എച്ച് is equal to ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി എന്ന് കിട്ടും. അവിടെ നമ്മൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഡെൽറ്റ പി ആ ടേം വി ഡെൽറ്റ പി എന്ന ടേം ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡെൽറ്റ എച്ച് is equal to ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി. ഇത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇത്. So molar heat capacity of a system at constant pressure is the increase of the enthalpy of the system per degree of rise of temperature. നമ്മൾ പഠിച്ചത് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് ഇൻക്രീസ് ഓഫ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ആയിരുന്നു. ബട്ട് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ഓഫ് ദ എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം പെർ ഡിഗ്രി ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.